ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകണം. പാസ്ത ഒന്ന് 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ക്യാരറ്റും ബീൻസും നീളത്തിൽ അരിഞ്ഞിട്ട് എണ്ണ ചൂടായതിനു ശേഷം വെളുത്തുള്ളിയും സവാളയും പിന്നെ നമ്മുടെ നീളത്തിലരിഞ്ഞ ക്യാരറ്റും ബീൻസും അത് രണ്ടും നീളത്തിലരിയണം. നീളത്തിലരിഞ്ഞ ബീൻസും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ഇത്തിരി ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഒരു ഇത്തിരി വെതറി കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂണോട് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് 3 മിനിറ്റോളം വേവിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ഊറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. വെള്ളം അങ്ങനെ ഊറിയിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതേ പാസ്ത ആവുന്നുണ്ട്. കണ്ടോ, പാസ്തയുടെ ലുക്ക് മൊത്തം വന്നു. നമുക്ക് ടേസ്റ്റ് കൂടി എന്തെങ്കിലും അറിയണം. സോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ചീസോ ബട്ടറോ എന്തോ ആവാം. ചീസാവും ബെറ്റർ, ചീസാണ് ഇടേണ്ടത്. അപ്പോൾ ചീസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അങ്ങനെ പാസ്ത റെഡി ആയി കഴിഞ്ഞു. ഗൈസ്, ലുക്ക് അറ്റ് ദ ഫൈനൽ ലുക്ക്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പാസ്ത. സിമ്പിൾ ആൻഡ് ഹംബിൾ റെസിപ്പിയാണ്.